ആരാണ് ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തത്? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഒരു നിമിഷം പോലും, അതായത് നമ്മൾ ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവസാനിക്കുന്നത് വരെ ആ എനർജിയിൽ ഒരു അല്പം പോലും കുറവ് സംഭവിക്കാതെ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമുക്കൊക്കെ തെറ്റുന്ന ഒരിടമുണ്ട്. എവിടെയാണെന്നറിയാമോ? നമ്മൾ നമ്മുടെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും. ഇത് പലപ്പോഴും നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ള കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിപ്പോൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കുക. അത് നമുക്ക് ഒരു വലിയ കാലയളവിന് ശേഷം, അതായത് കുറേ മണിക്കൂറുകളുടെ ഒരു ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ കഴിക്കുന്ന ആദ്യത്തെ ആഹാരമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രധാനമാണ് എന്നാണ് നമ്മളെല്ലാവരും പലയിടത്തും ഡയറ്റീഷ്യന്മാരിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും ഒക്കെ കേൾക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഏറ്റവും എളുപ്പം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ സമയത്തിൻ്റെ തിരക്ക് കൊണ്ട് ജോലിയിലേക്ക് പോകുന്നതിനുമൊക്കെ ആ ഒരു തിരക്കിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് വേണ്ടാന്ന് വെക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം അതിരാവിലെ തന്നെ പ്രേക്ഷകരോടുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ആ ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജവും നഷ്ടപ്പെട്ടു എന്ന സാരം. പിന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചോ ഒന്ന് ഊർജ്ജം വീണ്ടെടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ഉറക്കം തൂങ്ങിയിരിക്കും. ഒപ്പം ഗുരുതരമായ പല രോഗങ്ങളും നമ്മളെ കടന്നാക്രമിക്കും. പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ധാരാളം കൊഴുപ്പ് അടിയിക്കാൻ കാരണമാകും. ഇത് പതുക്കെ കൊളസ്ട്രോളിലേക്കും രക്തസമ്മർദ്ദത്തിലേക്കും തുടർന്ന് ഹാർട്ട് പ്രോബ്ലംസിലേക്കും നമ്മളെ നയിക്കും. വേറൊരു കാര്യം പറയാം, പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ അത് നമ്മുടെ മാനസിക നിലയെ തന്നെ ബാധിക്കുന്നു എന്നും ഒരു വിലയിരുത്തലുണ്ട്. രാവിലെ മുതൽ വിശന്നിരുന്നാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പൂർണ്ണമായ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. ഒരു ഡിപ്രഷൻ മൂഡ് ഉണ്ടാകും നമുക്ക്. അതുപോലെ മറ്റൊരു അപകടകരമായ അവസ്ഥ, രാവിലെ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കഴിക്കും, ശരീരഭാരം കൂടും. ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ 50 മുതൽ 60% വരെ രാവിലെയാണ് കഴിക്കേണ്ടത്. അത് നമ്മൾ ലംഘിക്കപ്പെട്ടാൽ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരെ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്ന രോഗമാണ് പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹമാണ് ഇവരെ കീഴ്പ്പെടുത്തുക. പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് സ്ഥിരമായി വരുന്നതാണ് മൈഗ്രെയിൻ എന്ന തലവേദന. പ്രാതൽ ഒഴിവാക്കുമ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് അധികമായി നമുക്ക് ദാഹം അനുഭവപ്പെടും. പലപ്പോഴും വെള്ളം കുടിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. ഇതുമൂലം നമുക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത കൂടും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രാതൽ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, മുടങ്ങാതെ പ്രഭാത ഭക്ഷണം ശീലമാക്കുക. ആരോഗ്യ സംരക്ഷണത്തിൽ നമുക്ക് ഒരു പടി മുന്നോട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഡയറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തടിയൊന്ന് കുറയ്ക്കണം, വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, കുറച്ച് അധികം കഴിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ഫുഡ് സ്കിപ്പ് ചെയ്തോളൂ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ നന്നായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രാതൽ എന്ന് പറയുന്നത് രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു രാജാവിനെ പോലെ തന്നെ വളരെ വിശിഷ്ടമായ വിഭവങ്ങളുമായിട്ട്, ആരോഗ്യം നൽകുന്ന വിഭവങ്ങളുമായിട്ട്, പോഷകം നൽകുന്ന വിഭവങ്ങളുമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുക. ആരോഗ്യമുള്ളവരായിരിക്കുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.